Dispersion by a prism. The phenomenon of splitting of light into its component colors is known as dispersion. ലൈറ്റിനെ ഇതിൻ്റെ കോൺസ്റ്റുവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദ പാറ്റേൺ ഓഫ് കളർ കമ്പോണൻസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രം ഓഫ് ലൈറ്റ്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പ്രിസത്തിലേക്ക് കടന്നു വരുന്ന വൈറ്റ് ലൈറ്റ് ബീം പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട്. തിക്ക് ലെൻസസിൽ ഇങ്ങനെയുള്ള സ്പ്ലിറ്റിംഗ് കാണുമ്പോൾ അതിന് നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. When white light is passed through a prism, it splits into 7 component colors called VIBGYOR. If we place a second prism in an inverted position close to the first prism, the second prism recombines the colors and we get the white light. ഇതാണ് ഡിസ്പേർഷൻ നടന്ന ലൈറ്റിനെ വീണ്ടും റീകോമ്പിനേഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. ഡിസ്പേർഷൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബിക്കോസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഫോർ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഈസ് ഡിഫറെൻറ്റ്. അതാണ് ഡിസ്പേർഷൻ ഉണ്ടാവാനുള്ള കാരണം. ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഫോർ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഈസ് ഡിഫറെൻറ്റ്. വാട്ട് ഈസ് മെൻ ബൈ ഡിസ്പേഴ്സീവ് മീഡിയം? The medium in which the different colors of light travel with different velocities is called dispersive medium. Example, glass. Then, non-dispersive medium. The medium in which all colors travel with the same speed is called non-dispersive medium. Example, vacuum. Then, chromatic aberration. The inability of a lens to focus all wavelength to a single point is called chromatic aberration. ഇതേപോലെ കളേർഡ് പാറ്റേൺ വരുന്ന വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കളേർഡ് പാറ്റേൺ ആയിട്ട് കിട്ടുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുന്നത്. അതൊരു ലെൻസിൻ്റെ ഒരു ഇന്നബിലിറ്റിയാണ്. ഇനി നമുക്ക് കുറച്ച് നാച്ചുറൽ ഫിനോമിന ഡ്യൂ ടു സൺലൈറ്റ് ഒബ്സർവ് ചെയ്യാം. First one is rainbow. This is the phenomenon due to combined effect of dispersion, refraction and refraction of sunlight by spherical water droplets of rain. Conditions for a person to see rainbow. The conditions for observing a rainbow are that the sun should be shining in one part of the sky while it is raining in the opposite part of the sky. മഴ പെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം സൺ. An observer can therefore see a rainbow only when his back is towards the sun. Formation of rainbow. Primary rainbow. It is a result of 3-step process: refraction, total internal reflection and again refraction. നമുക്ക് ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ എ പ്രൈമറി റെയിൻബോ ദ വയലറ്റ് ലൈറ്റ് എമേർജസ് ഫ്രം റെയിൻ ഡ്രോപ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 degree റിലേറ്റീവ് ടു ദ ഇൻകമിംഗ് സൺലൈറ്റ് ആൻഡ് റെഡ് ലൈറ്റ് എമേർജസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 42 degree. വയലറ്റ് ലൈറ്റ് 40 ഡിഗ്രിയിലാണ് എമേർജ് ചെയ്യുന്നത്. അതേസമയം റെഡ് ലൈറ്റ് എമേർജ് ചെയ്യുന്നത് 42 ഡിഗ്രിയിലാണ്. Thus, the observer sees a rainbow with red color on the top and violet on the bottom. Secondary rainbow. A secondary rainbow is a result of 4-step process: refraction, total internal reflection, again total internal reflection and refraction. ഫിഗറിൽ നോക്കിയാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. In a secondary rainbow,
the violet light emerges from the raindrops at an angle of 53 degree relative to the incoming sunlight, and the red light emerges at an angle of 50 degree. Thus, an observer sees a secondary rainbow with violet color on the top and red on the bottom. അപ്പോൾ പ്രൈമറി റെയിൻബോയുടെ ഓപ്പോസിറ്റ് ഇതിലാണ് നമുക്ക് സെക്കൻഡറി റെയിൻബോ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡറി റെയിൻബോ ഈസ് ഫെയിൻറ്റർ ദാൻ പ്രൈമറി റെയിൻബോ. നെക്സ്റ്റ് ഈസ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. The irregular and partial reflection of light at the dust particles and air molecules in the atmosphere is called scattering. ഡസ്റ്റ് പാർട്ടിക്കിൾസിലും എയർ മോളിക്യൂൾസിലും ലൈറ്റ് തട്ടിയിട്ടുണ്ടാവുന്ന പാർഷ്യൽ റിഫ്ലക്ഷൻ, അതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. റെയ്ലീസ് ലോ ഓഫ് സ്കാറ്ററിംഗ്. According to Rayleigh's law of scattering, the intensity of scattered light is inversely proportional to 4th power of wavelength. That is I proportional to 1 by lambda raised to 4. It is applicable only if the size of the scatter is less than the wavelength of the light. Size wavelength of light-നേലും ലെസ് ആയാൽ മാത്രമാണ് Rayleigh's law applicable ആയിട്ടുള്ളത്. Next case is blue color of the sky. When sunlight comes through atmosphere, it undergoes scattering at the dust particles and air molecules. Sunlight അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിളിലൊക്കെ തട്ടി സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. ദസ് ദ ലോ വേവ് ലെങ്ത് റീജിയൻ, അതായത് ബ്ലൂയിഷ് റീജിയൻ ഈസ് മോർ സ്കാറ്റേഡ്. സിൻസ് അവർ ഐസ് ആർ മോർ സെൻസിറ്റീവ് ടു ബ്ലൂ ദാൻ വയലറ്റ്, സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. ബ്ലൂവും വയലറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ നമ്മുടെ കണ്ണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ബ്ലൂ കളറിനായതുകൊണ്ടാണ് ബ്ലൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോ വേവ് ലെങ്ത് റീജിയനൊക്കെ മുഴുവൻ സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ടാവും. നൗ വൈറ്റ് ക്ലൗഡ്സ്. The particles of clouds are comparatively bigger in size. Therefore, all colors of sunlight are almost equally scattered. Thus, clouds appear white. അതുകൊണ്ടാണ് ക്ലൗഡ്സ് വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കളർ ഓഫ് സെറ്റിംഗ് ഓർ റൈസിങ് സൺ. സൺസെറ്റിൻ്റെ സമയത്തും സൺറൈസിൻ്റെ സമയത്തുള്ള സണ്ണിൻ്റെ കളറ് നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കാരണം എന്താണ്? ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് ഹാസ് ടു ട്രാവൽ മോർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ദസ് മോസ്റ്റ് പാർട്ട് ഓഫ് ലോ വേവ് ലെങ്ത് റീജിയൻ ഈസ് സ്കാറ്റേഡ് അവേ ആൻഡ് ലീസ്റ്റ് സ്കാറ്റേഡ് ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ. അതായത് റെഡിഷ് റീജിയൻ റീച്ചസ് അവർ ഐ, നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് ആ റീജിയനാണ്. ദെയർഫോർ ദ സൺ അപ്പിയേഴ്സ് റെഡ്. വൈ സീ ഈസ് ബ്ലൂ? It is due to the scattering of sunlight at the water molecules and dust particles. By Rayleigh's scattering law, low wavelength region, that is blue region, is more scattered. Therefore, C appears blue. Okay.